Hello friends, welcome to the channel. We will talk about top 3 best selling AC in India. We will sell best side top selling ACs. Top selling ACs best 3 top selling ACs. This is 1.5 ton, 1 ton, 3-star, 5-star. That depends on that. Actually, we will talk about 3 brands: LG, Panasonic, and Daikin. These brand actually bank top attention all areas budget areas areas actually top home use detail Mitsubishi video separate video data. Now, we will talk about these 3 ACs. 3-star, 5-star, 1 ton, 3-star, 1 ton, 2 ton, 1.5 ton. LG is a model. Energy manager is a model. Electricity consumption control model. Current bill. AC main issue is current bill. Technology concern actually capacity. 1.5 ton actually 1.4 1.3 depends upon model. That's concern concerned room 140 square feet model concern AC AC top selling AC, one of the top selling AC. Complaints and service comparatively better than mostly all areas majority areas direct company service and third party service. Third party service is an issue. That's a problem. That's 100% direct brand service. It depends upon area and pin code. LG AC model type model technology dual inverter AC marketing convertible model. Convertible model is 6-in-1 converter, 7-in-1, 5-in-1. That is 1.5 ton AC. Room in the AC carbon dioxide heat തണുപ്പിക്കാൻ സമയമെടുക്കും അതിനനുസരിച്ച് നമ്മുടെ ടണ്ണേജ് അത് കൂട്ടി വരും അപ്പോൾ നമ്മുടെ റൂമിൽ ഓൾമോസ്റ്റ് ഒരു 10 പേരൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ അത് ഫുൾ ടണ്ണിൽ പ്രവർത്തിക്കും അതിന്റെ ഓട്ടോമാറ്റിക്കൽ സെൻസേഴ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ച് അതാണ് കൺവേർട്ടബിൾ മോഡൽ എന്ന് പറയുന്നത് ട്ടാ അതിൽ നിങ്ങൾക്ക് അറിയാം പിന്നെ ഇപ്പോഴത്തെ എസികൾ സ്മാർട്ട് എസി അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ സ്മാർട്ട് എസി വാങ്ങിയിരിക്കും നല്ലത് അപ്പോൾ കുറച്ചുകൂടി നമുക്ക് മോണിറ്റർ ചെയ്യാനും അതുപോലെ തന്നെ സ്മാർട്ട് എസി ഫീച്ചേഴ്സ് സെൻസേഴ്സ് ഒക്കെ ഇതിൽ കൂടുതലുണ്ട് അപ്പോൾ അത് നമുക്ക് എനർജി കൺസംപ്ഷൻ കുറച്ചായിട്ട് നമുക്ക് കുറച്ച് തരും അപ്പോൾ ഇതിന്റെ കൺവേർട്ടബിൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ആളുകൾ അനുസരിച്ച് നമുക്കത് ഫുള്ളി പ്രവർത്തിക്കാൻ ഇപ്പോൾ ഒരാൾ മാത്രമല്ല വെച്ചാൽ അത് ടണ്ണേജ് കുറഞ്ഞിട്ട് അത്രയും കുറഞ്ഞ് ടണ്ണിൽ ഉപയോഗിക്കും അപ്പോൾ ടണ്ണേജ് കുറയുമ്പോൾ എന്താ നമ്മുടെ എന്താ പറയുക എടുക്കുന്ന വാട്ടേജ് കുറയും അതിനനുസരിച്ച് കൺസപ്ഷൻ കുറയും അതാണ് ഈ കൺവേർട്ടബിൾ മോഡലിൻ്റെ ഒരു ബെനിഫിറ്റ് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കൺവേർട്ടബിൾ മോഡൽ എടുക്കാൻ നോക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് വേറെ ഫീച്ചേഴ്സ് നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു 5-star BE rating വരുന്നതാണ് അതുപോലെ തന്നെ 5.2 ISCRR rating വരുന്നതാണ് 744.99 kWh ആണ് per year annual energy consumption വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ക്ലീൻ ഫീച്ചേഴ്സ് ഉണ്ട് ആന്റി ബാക്ടീരിയൽ ഫിൽറ്റർ വരുന്നുണ്ട് ഈ ആന്റി ബാക്ടീരിയൽ ഫിൽറ്റർ നോക്കാൻ മറക്കണ്ടാവും അതില്ലാത്തത് നിങ്ങൾ ഇപ്പോൾ വാങ്ങിക്കാൻ നിൽക്കണ്ടെന്ന് 2024 മോസ്റ്റ് ഇല്ലാത്തതും ഉണ്ട് അത് വേറെ കാര്യം പിന്നെ റിമോട്ട് കൺട്രോളാണ് നിങ്ങൾക്ക് അറിയാം പിന്നെ സിൽവർ അയോൺ ഫിൽറ്റർ വരുന്നുണ്ട് നല്ലൊരു കാര്യം എക്സ്ട്രാ തന്നെയാണ് പിന്നെ 31 ഡെസിമലാണ് നോയ്സ് ലെവൽ വരുന്നത് അതായത് 31 ഡെസിബലിന്റെ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ശരിക്കും സൗണ്ട് ഞാൻ അങ്ങനെ പറയില്ല പാനസോണിക്കിന് ചെറുതായിട്ട് സൗണ്ട് കൂടുതലുണ്ട് പാനസോണിക്കില്ല ഡൈക്കിന് പക്ഷെ അത് ഫാനിന്റെ സൗണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈ സ്പീഡിലിട്ടാൽ മാത്രമേ ആ സൗണ്ട് ഉണ്ടാവുള്ളൂ എപ്പോഴും സൗണ്ട് ഉണ്ടാവും എന്നല്ലാട്ടോ പറയുന്നത് പിന്നെ R32 റെഫ്രിജറന്റ് ഗ്യാസാണ് വരുന്നത് വാറന്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ 1 ഇയർ ഓൺ പ്രൊഡക്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ 5 ഇയർ ഓൺ PCB വരുന്നുണ്ട് 10 ഇയർ ഓൺ കംപ്രസർ വിത്ത് ഗ്യാസ് ചാർജിങ് വരുന്നുണ്ട് കേട്ടോ
പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പ്ലിറ്റ് AC വിത്ത് ഇൻവെർട്ടർ കംപ്രസറാണ്, വാരിയബിൾ ആണ്. അതുപോലെ തന്നെ AI കൺവേർട്ടബിൾ ഫീച്ചേഴ്സ് നമ്മളൊക്കെ വരുന്നുണ്ട്. കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ അതിൽ അവർ പറഞ്ഞിട്ടുണ്ട് 52 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് ആക്ച്വലി ഈ സാധനം ഉപയോഗിക്കാം. അതുപോലെ തന്നെ 4-way എയർ സ്വിങ്ങും വരുന്നുണ്ട് കേട്ടോ. പിന്നെ എനർജി റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ 5 സ്റ്റാർ, അത് 3 സ്റ്റാർ രണ്ടും ഉണ്ട്. ഡിപ്പെൻസ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങളൊരു 6 മണിക്കൂറിൻ്റെ മുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും 5 സ്റ്റാറിലേക്ക് പോയാൽ മതി. പിന്നെ കണ്ടൻസർ കോയിലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൽ ഓഷ്യൻ ബ്ലാക്ക് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതായത് ഇവർ നമ്മുടെ ആ നിങ്ങൾ ഒരു കോയിലും സംഭവമൊക്കെ ഉണ്ടായിരിക്കും കോപ്പറിൻ്റെ, അതിൻ്റെ മുകളിൽ കോട്ടിങ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ എന്താ പറയുക, ഇത് നമ്മുടെ എൻവിറോൺമെൻറ്റും എയറായിട്ടൊക്കെ കോണ്ടാക്റ്റ് ആയിട്ട് അത് എന്താ പറയുക ഡാമേജ് ആയി പോകാണ്ടിരിക്കാൻ ലൈഫ് കൂടുതൽ കിട്ടാനുള്ള ഒരു കോട്ടിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ ഇപ്പോൾ ഒരു ഇരുമ്പ് കമ്പിയുമ്പോൾ പെയിൻ്റ് അടിക്കില്ലേ, അതുപോലെ തന്നെ റസ്റ്റ് ആവാനും കൊറോഷൻ ആവാനൊക്കെ കുറച്ചും കൂടി ഡ്യൂറബിലിറ്റി കൂടാനുള്ള സംഭവമാണ്. അത്രേ ഉള്ളൂ, നോക്കിയാൽ മതി നിങ്ങൾ. പിന്നെ നമുക്ക് ഡിപ്പെൻസ് അപ്പോൺ കുറേ മോഡലുകൾ ഇറങ്ങുന്നുണ്ട്. നമുക്ക് ഡ്യുവൽ ഇൻവെർട്ടർ കംപ്രസർ വരുന്നുണ്ട്, AI കൺവേർട്ടബിൾ 6.1 കൂളിംഗ് വരുന്നുണ്ട്, വിരാട് മോഡ് വരുന്നത്, അതായത് പവർ കൂൾ എന്നൊക്കെ പറയില്ല സംഭവം, ഒരു ചുമ്മാ പേരിട്ടേക്കുന്നതാണ്. പിന്നെ 15 മീറ്റേഴ്സ് തന്നെ എയർ ത്രോ വരുന്നുണ്ട്, ADS സെൻസർ വരുന്നുണ്ട്, 52 ഡിഗ്രി വരെ ഈ സാധനത്തിന് കൂൾ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. സ്റ്റെബിലൈസർ ഫ്രീ ഓപ്പറേഷൻ എന്ന് പറയുന്നുണ്ട്. സ്റ്റെബിലൈസർ ഫ്രീ ഓപ്പറേഷൻ ഇപ്പോഴത്തെ എല്ലാ ഹോം അപ്ലയൻസും പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു സെക്യൂരിറ്റി സൈഡ് നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളൊരു കേരളത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ നമ്മുടെ ഇവിടുത്തെ കറണ്ടുകൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫർ സൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലൈസർ ഒക്കെ ആയിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഈസിയുടെ പാർട്സ് അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. മെയിനായിട്ട് അടിച്ചു പോകാൻ PCBയും അതുപോലെ തന്നെ ബോർഡൊക്കെയാണ്. പക്ഷേ നിങ്ങൾക്ക് വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് ഇവർ വോൾട്ടേജ് ഡാമേജ് ഒന്നും വന്ന വാറണ്ടി സംഭവം ഒന്നും കൊടുക്കില്ല കേട്ടോ. അത് നിങ്ങൾക്ക് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ ഒരു സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്നത് തന്നെ ആണ്. പിന്നെ നമുക്കിതിൽ ഫീച്ചേഴ്സായിട്ട് ഗോൾഡ് ഫിൻ പ്ലസ് ഡ്യൂറബിലിറ്റി വരുന്നുണ്ട്. അതായത് നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ കോയിൽസൊക്കെ അവർ ഒരു ഗോൾഡ് കളർ കെമിക്കൽ കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതും ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊറോഷനും റസ്റ്റിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഡ്യൂറബിലിറ്റി കൂടും. പിന്നെ നമുക്ക് ലോ ഗ്യാസ് ഡിറ്റക്ഷൻ സംഭവം വന്നിട്ടുണ്ട്. 100% കോപ്പർ കണ്ടൻസർ ആണ്. 6 ഫാൻ സ്പീഡ് വരുന്നുണ്ട്. പിന്നെ സ്മാർട്ട് ഡയഗ്നോസിസ് സിസ്റ്റം വരുന്നുണ്ട്. അത് അവരുടെ വാഷിംഗ് മെഷീൻ സംഭവങ്ങളൊക്കെ ഓൾറെഡി വരുന്നുണ്ടായിരുന്നു. കംഫർട്ട് ടയർ, മൺസൂൺ കംഫർട്ട് ഫ്രഷർ, അതിൻ്റെ മോഡുകളാണ് കേട്ടോ. ഓട്ടോ ക്ലീൻ മോഡുണ്ട്, ടൈമർ മോഡുണ്ട്, സ്ലീപ്പ് മോഡുണ്ട്, ഓട്ടോ റീസ്റ്റാർട്ട് മോഡുണ്ട്, ഇൻഡിക്കേറ്റർ ഓൺ ഓഫ് ഇൻഡിക്കേറ്റർ ഉണ്ട്, റെഫ്രിജറേറ്റർ ഓൾറെഡി നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് 1 ഇൻഡോർ യൂണിറ്റ്, 1 ഔട്ട്ഡോർ യൂണിറ്റ്, 3 മീറ്ററിൻ്റെ ലെങ്ത് ഇൻ്റർ കണക്റ്റിംഗ് കോപ്പർ പൈപ്പ്, 1 റിമോട്ട്, 1 മാനുവൽ, 1 വാറണ്ടി കാർഡാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ LGയുടെ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് അടുത്തത് പാനസോണിക്കിലേക്ക് പോകാം. പാനസോണിക്കാണ് ഇപ്പോൾ ആക്ച്വലി ടോപ്പിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് റിവ്യൂ എടുത്ത് നോക്കിയാലും പാനസോണിക് ആയിരിക്കും അത് ഫസ്റ്റ് നിൽക്കുക. പാനസോണിക്കിൻ്റെ സ്മാർട്ട് ACs ഭയങ്കര ഒരു ഡിമാൻഡ് പിടിച്ച് വരുന്ന, അവരെ നല്ല എന്താ പറയുക നല്ല 1.5 പറയുന്നുണ്ടെങ്കിൽ അവർ ഓൾമോസ്റ്റ് ഒരു 1.45 ടണ്ണൊക്കെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ റൂമിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. ഒരു 150-160 സ്ക്വയർ ഫീറ്റിലൊക്കെ നിങ്ങൾക്ക് 1.5 ടൺ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സും സംഭവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ റൂം സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് 1.5 ടൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 1 ടൺ ഉപയോഗിക്കാം. അതുപോലെ തന്നെ 3 സ്റ്റാർ 5 സ്റ്റാർ നിങ്ങളുടെ എത്ര സമയം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ അവിടെ നേരത്തെ പറഞ്ഞല്ലോ, അതനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ 4-way സിംഗ് ആണ് വരുന്നത്. നമുക്ക് ഡിസ്പ്ലേ ഹിഡൻ ആക്കാൻ പറ്റും. സ്മാർട്ട് AC ആണ്, വൈഫൈ എനേബിൾഡ് ആണ്. മിറായി ആപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ മിറായി ആപ്പ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിലൊരെണ്ണമുണ്ട്. എൻ്റെ റൂമിലല്ല. മിറായി ആപ്പ് എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ ആപ്പാണ്. നമുക്ക് എന്താ പറയുക സ്മാർട്ട് ആപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഡിവൈസായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ എനർജി കൺസപ്ഷൻ എല്ലാം കിട്ടും. പിന്നെ നമുക്ക് ഇതിൽ 7-in-1 കൺവേർട്ടബിൾ ആണ് വരുന്നത്. വിത്ത് ട്രൂ AI മോഡ് വരുന്നുണ്ട്. ഓക്കെ ഗൂഗിൾ, അലക്സ അതൊക്കെ സപ്പോർട്ടറാണ്. അതുപോലെ തന്നെ വോയിസ് കൺട്രോൾ വരുന്നുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. PM2.1 ഫിൽട്രേഷൻ വരുന്നുണ്ട്. 38 ഡെസിബിളാണ് നോയ്സ് ലെവൽ വരുന്നത്. LGക്ക് 32 വരുന്നു, ഇതിന് 38 ആണ് കേട്ടോ. R32 റെഫ്രിജറേറ്റർ തന്നെ അതിൽ ഉപയോഗിക്കുന്നത്. 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്, 5 ഇയർ PCB വാറണ്ടി വരുന്നുണ്ട്, 10 ഇയർ കംപ്രസർ വാറണ്ടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം 52 ഡിഗ്രി വരെ സംഭവത്തിന് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മിറായി ആപ്പ് കൂടെ നമുക്ക് എല്ലാം മോണിറ്റർ ചെയ്യാം, കൺട്രോൾ ചെയ്യാം ഒക്കെ സംഭവം ബാക്കി പോലെ തന്നെ. പിന്നെ ഡെയ്ക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിതിൽ ഇത് ഇവർക്ക് ആക്ച്വലി ഡെയ്ക്കിൻ്റെ നോർമൽ എല്ലാവർക്കും ഉണ്ട്, സ്മാർട്ടും ഉണ്ട്, നോർമലും ഉണ്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ സ്മാർട്ട് എടുക്കുകയായിരിക്കും നല്ലത്. സ്മാർട്ട് ആകുമ്പോൾ നമുക്ക് നോർമലിനെക്കാട്ടും ഒരു 5000 രൂപ 4000 രൂപ ഒക്കെ ഒരു ഇൻക്രീസ് വരും കേട്ടോ. അത് നോക്കാൻ മറക്കണ്ട. പിന്നെ ചില മോഡലുകൾക്കൊക്കെ പാനസോണിക്കും LG ഒക്കെ അതുപോലെ തന്നെ ഡെയ്ക്കിനൊക്കെ 2023 വന്ന അതേ മോഡൽ തന്നെയാണ് അവർ റീബ്രാൻഡ് ചെയ്തിട്ട് 2024 കൊടുക്കുന്നത്. ചെറിയ ഒരു മാർക്കറ്റിംഗ് സംഭവങ്ങളൊക്കെ മാറിയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടും നല്ലത് പുതിയ മോഡൽ വാങ്ങിക്കുക തന്നെ ആയിരിക്കും കേട്ടോ.
പിന്നെ ഇതിൽ നമുക്ക് ഇവരുടെ 2.5 ഫിൽട്രേഷൻ വരുന്നുണ്ട്, കോപ്പർ പൈപ്പാണ്, ട്രിപ്പിൾ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതായത് ഇതിലും വരുന്നുണ്ട്, താഴെ ഇൻഡിക്കേറ്ററിൻ്റെ അവിടെയും വരും. ഡ്യൂ ക്ലീൻ ടെക്നോളജി വരുന്നുണ്ട്. അതുപോലെ തന്നെ എയർ ഫ്ലോ, അത് ഒരു ചുമ്മാ ഓരോ പേരൊക്കെ ഇട്ട് വിളിക്കും, അണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു പേരൊക്കെ ഇട്ട് വിളിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോട്ടെ. 3D എയർ ഫ്ലോ ആണ് വരുന്നത്, അപ്പോൾ നല്ലതാണ്. നമുക്ക് സെൽഫ് ഡയഗ്നോസിസ് ആപ്പ് സംഭവങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് സ്മാർട്ടാണെങ്കിൽ. പിന്നെ ഡ്യൂ ക്ലീൻ ടെക്നോളജി, അതായത് നമ്മുടെ അതിനുള്ളിലത്തെ നമ്മുടെ ഇൻഡോർ യൂണിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ അത് പൊക്കി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു കമ്പി പോലത്തെ ഒരു സാധനം കാണാം. അത് ഓട്ടോമാറ്റിക്കലി ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ അത് ഡ്രൈ ആക്കി വെക്കാനൊക്കെ ഉള്ളൊരു ടെക്നോളജി എന്ന് വേണമെങ്കിൽ പറയാം ഡ്യൂ ക്ലീൻ ടെക്നോളജിനെ. അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ ഇവോപ്പറേറ്റർ കോയിൽ, അതിനാണ് ഇവോപ്പറേറ്റർ കോയിൽ എന്ന് പറയുന്നത്. അത് ഓട്ടോമാറ്റിക്കലി ക്ലീനൊക്കെ സംഭവിക്കാവും. അതാണ് പറയുന്നത്, നല്ല കാര്യം തന്നെയാണ് കേട്ടത്. അതുപോലെ തന്നെ നമുക്ക് ഫിൽട്രേഷൻ ഞാൻ പറഞ്ഞു, ട്രിപ്പിൾ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ പറഞ്ഞു, പിന്നെ എന്താ എയർ ഫ്ലോൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. സ്റ്റെബിലൈസർ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലേ നേരത്തെ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ടും സ്റ്റെബിലൈസർ വെക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ നമ്മുടെ വോൾട്ടേജ് വരുന്നതൊന്നും സ്റ്റേബിളൊന്നും അല്ല കേട്ടോ. പിന്നെ ഇക്കോണോ മോഡ് എന്നൊരു സംഭവം ഉണ്ട്, അതായത് പവർ എഫിഷ്യൻ മോഡാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് അവരെ പേര് പറയുന്നതാണ് പവർ ചില്ല്, അതായത് പവർ മോഡ് എന്നൊക്കെ പറയില്ലേ, പെട്ടെന്ന് കൂളിയുള്ള ആ സംഭവമാണ് പറയുന്നത്. പിന്നെ R32 റെഫ്രിജറൻ്റ് ആണ് വരുന്നത്, കോപ്പർ പൈപ്പാണ് വരുന്നത്, കോപ്പർ കോയിലാണ് വരുന്നത്, പവർ സെൽഫ് ഡയഗ്നോസിസ് ഉണ്ട്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഇൻഡിക്കേറ്റർ സംഭവമൊക്കെ കാണിക്കും. കോണ്ട എയർ ഫ്ലോ എന്ന് പറയുന്നത് അവർ റേഡിയൻ കൂളിംഗ് എൻഹാൻസ്, അതായത് അവരുടെ എയർ ഡിസ്ട്രിബ്യൂഷനെ പറയുന്ന ഒരു പേരാണ് കോണ്ട എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ടൈമറും സംഭവങ്ങളൊക്കെ ഉണ്ട് എല്ലാത്തിലുള്ള പോലെ തന്നെ. ഇവരുടെ റേറ്റിംഗ് വരുന്നത് 4 ISCER ആണ്. അതുപോലെ തന്നെ 966.47 kWh/year ആണ്. 1.5 ടണ്ണിൻ്റെ ആനുവൽ ചാർജ് എനർജി കൺസപ്ഷൻ അവർ കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വാറണ്ടിയൊക്കെ 1 year തന്നെയൊക്കെയാണ്, ബാക്കി വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല. 5 year PCB നമുക്ക്. പിന്നെ നിങ്ങൾ ഒരു AC വാങ്ങിക്കുമ്പോൾ അതിൽ 1 year പ്രൊഡക്റ്റ് വാറണ്ടി എന്തായാലും നിങ്ങൾ നോക്കുമായിരിക്കും. പക്ഷേ PCB വാറണ്ടിയും കംപ്രസർ വാറണ്ടിയും നോക്കാൻ മറക്കരുത് കേട്ടോ. PCBക്ക് മിനിമം 5 കൊല്ലം, അതുപോലെ തന്നെ കംപ്രസറിന് മിനിമം 10 കൊല്ലം വാറണ്ടി തരുന്നൊരു കമ്പനി ആയിരിക്കണം നിങ്ങൾ വാങ്ങിക്കുന്നത്. അത് ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ, എന്ത് വലിയ കമ്പനി ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഒരു വാറണ്ടി ഇല്ലെങ്കിൽ നിങ്ങളത് വാങ്ങിക്കാൻ പോകണ്ട കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഈ 3 ACs ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ചിലവാകുന്നതും. ബെസ്റ്റ് സെല്ലിംഗ് ACs തന്നെയാണെങ്കിൽ പറയാം. ടോപ്പ് ACസിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലിംഗ് തന്നെ ഇതിൽ തന്നെ വരുന്നത്. പിന്നെ നമ്മുടെ കമേഴ്ഷ്യൽ പർപ്പസും അതുപോലെ തന്നെ ഹോം പർപ്പസും എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്സ് ആയിട്ടുള്ള ബ്ലൂ സ്റ്റാറും വോൾട്ടസ് ഒക്കെ നല്ലോണം ബെസ്റ്റ് സെല്ലിംഗ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 25% ഒക്കെ അവർക്ക് മാർക്കറ്റ് ഷെയർ നമ്മളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് ഹോം ബേസ്ഡ് ആണ് കേട്ടോ. നമ്മൾ കമേഴ്ഷ്യൽ പർപ്പസ് സംഭവമൊന്നുമല്ല, ഹോമിൽ ഉപയോഗിക്കാവുന്ന ACകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് നമ്മുടെ ആമസോണിൻ്റെ ലിങ്ക്, ഞാൻ ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടോപ്പ് ലിങ്കുകൾ, നമ്മുടെ സെലക്ട് ചെയ്ത ലിങ്കുകൾ നമ്മൾ താഴെ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതുപോലെ ഡയറക്റ്റ് വാങ്ങിക്കട്ടോ. അപ്പോൾ ഓൺലൈൻ വാങ്ങിച്ചാലും ഓഫ്ലൈൻ വാങ്ങിച്ചാലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് കിട്ടുന്നത് ഏറ്റവും ബെസ്റ്റ് റേറ്റിലും അതുപോലെ തന്നെ പുതിയ പ്രൊഡക്റ്റ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ ആമസോണിൽ വാങ്ങിക്കാനൊന്നും പറയുന്നില്ല. ആമസോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൽ സുഖമായിട്ട് കാണാം. അല്ലെങ്കിൽ നിങ്ങൾ മോഡൽ നമ്പറൊക്കെ കടയിൽ പോയിട്ടൊക്കെ തപ്പേണ്ടി വരും. എന്ന് വെച്ചാൽ കുറച്ച് പാടാണ്. നമുക്ക് മോഡൽ നമ്പർ സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് ഏത് ഇയറിൽ ഉണ്ടാക്കിയ സംഭവമാണ്, ഏത് മോഡലാണെന്നൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് പാടാം. അതാണെങ്കിൽ മെയിൻ കടക്കാരുടെ സ്ഥിരം പരിപാടിയാണ്. അവർ പഴയ മോഡൽസ് നമ്മുടെ കയ്യിലടിച്ച് തരും, ഡിസ്കൗണ്ട് ഉണ്ട് വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അത് അവരുടെ സ്ഥിരം പരിപാടിയാണ്, അത് എല്ലാ കടക്കാരുടെയും സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത്, അല്ലാണ്ട് നമ്മൾ ആമസോണിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ലാണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രൊമോഷൻ കിട്ടിയിട്ടൊന്നും ആമസോൺ ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനലും കാണാത്തവരെ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പുതിയ ചാനലായി GHH വേൾഡ് കാണാത്തവരെ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.